രാമായണം. ടീച്ചറെ നമസ്കാരം. നമസ്തേ. കർക്കിടക മാസത്തില് രാമായണവും വിശേഷങ്ങളും എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും വളരെ കേട്ടാലും മതിയാകാത്തൊരു സംഭവം കൂടെയാണ് അതിപവിത്രമായ രാമായണം. വാൽമീകി കാവ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാമായണം അല്ലേ? ഈ രാമായണം എന്ന് പറയുന്ന സമയങ്ങളിൽ ഗായത്രി മന്ത്രവും രാമായണവും തമ്മിൽ അതിയായ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ അത് പലർക്കും കൂടുതൽ അറിയില്ല. എന്താണ് രാമായണവും ഗായത്രി മന്ത്രവും എന്ന് പറയുന്നത്? ഈ 7 കാണ്ഡങ്ങളായി 24,000 ശ്ലോകങ്ങളാൽ സമൃദ്ധമായി കിടക്കുന്ന രാമായണത്തിൽ അതിൽ 1000 ശ്ലോകങ്ങളെ 24 ഭാഗിക്കുമ്പോൾ ഓരോ ശ്ലോകത്തിൻ്റെയും ആദ്യ അക്ഷരത്തിൽ ഈ പറയുന്ന ഗായത്രി മന്ത്രം ഉണ്ട്, മന്ത്രത്തിൻ്റെ അക്ഷരങ്ങളുണ്ട്. അതിൻ്റെ ഒരു ശേഖരമാണ് ഗായത്രി രാമായണം എന്ന് പറയുന്നു. എനിക്കതിനെ പൂർണ്ണമായിട്ടും അറിയില്ല. ടീച്ചർ ഒന്ന് വിവരിക്കാമോ? ആനന്ദമയമാണ് രാമായണം. ശോകമാണ് അതിൻ്റെ ബേസിക് രസം എങ്കിലും അതിൻ്റെ വായന, രാമായണത്തിൻ്റെ വായന, രാമായണ കഥാശ്രവണം, അതുപോലെ തന്നെ രാമായണത്തിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വാഗ്ധോരണി, ഇതെല്ലാം ആനന്ദമയം എന്നാണ് പറയേണ്ടത്. ആനന്ദവർഷമാണ്. കർക്കിടകത്തിൽ പ്രകൃതി എങ്ങനെ വർഷിക്കുന്നുവോ അതുപോലെയുള്ള ഒരു ആനന്ദത്തിൻ്റെ, മധുരത്തിൻ്റെ വർഷമാണ് ഈ രാമായണം. അപ്പോൾ രാമായണത്തിനെ കുറിച്ച് രാമായണം പോലെ തന്നെ, രാമായണം എന്ന പദം എത്രത്തോളം ബൃഹത്താണോ അതുപോലെ തന്നെയാണ് രാമായണത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴും. ഇത് എവിടെ നിന്നാണ് രാമായണത്തിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങേണ്ടത്? ഇതിങ്ങനെ ഒരു ധാരധാരയായിട്ട് പോകുന്ന വിഷയമാണ്. നമുക്ക് ഒരറ്റത്തുനിന്ന് പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നന്നായി പ്രദീപ് ജി ഈ ഗായത്രി മന്ത്രത്തിൽ തുടങ്ങി എന്നുള്ളത്. കാരണം സൂര്യനാണ് നമ്മളുടെ ഭൂമിയെ, പ്രപഞ്ചത്തെ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൂമിയാണ്. അപ്പോൾ ഈ ഭൂമിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സൂര്യാശ്രിതമാണ്. അപ്പോൾ ആ ഒരു ഗായത്രി മന്ത്രവും ഈ രാമായണവുമായിട്ട് ഉറപ്പായും പ്രകൃതിമയമാണ് ഈ വാൽമീകി മഹർഷിയുടെ ഈ കൃതി എന്ന് പറയുന്നത്. പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് എന്താ പറയുക, ഈ വൃക്ഷങ്ങളും അതുപോലെ ജന്തുസഞ്ചയങ്ങളും ഇതെല്ലാം കൂടി ചേർന്ന ജലവും എല്ലാം കൂടി ചേരുന്ന ആ പ്രകൃതിയുടെ അതിരമണീയമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് രാമായണം ആരംഭിക്കുന്നത്. ഉറപ്പായിട്ടും അതിന് ഈ പ്രകൃതിയുമായിട്ട് ബന്ധം ഉണ്ടാകും. അപ്പോൾ ഗായത്രി മന്ത്രം 24 അക്ഷരങ്ങൾ ഉള്ള ഗായത്രി മന്ത്രത്തിൻ്റെ ഓരോ അക്ഷരങ്ങളിലാണ് അതായത് മൂലരാമായണം, വാൽമീകി രാമായണത്തിൻ്റെ 24,000 ശ്ലോകങ്ങൾ എന്നാണ് പറയുന്നത്. ഓരോ 1000 ശ്ലോകങ്ങൾ കഴിയുമ്പോൾ അടുത്ത ഒരു ആരംഭം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രത്തിൻ്റെ ഓരോ അക്ഷരങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർവികരായിട്ടുള്ളവർ പറഞ്ഞു തരുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ജനങ്ങൾ ഇതിൽ അത്രയ്ക്ക് അവബോധം ഉണ്ടാകാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള 1-2 തലമുറ മുതൽക്ക് ഇങ്ങോട്ട് വാൽമീകി രാമായണം അധികം സാമാന്യ ജനങ്ങൾ വായിക്കുന്നില്ല. നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണം വന്നത് മുതൽക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. എഴുത്തച്ഛൻ്റെ രാമായണം കുറെ കൂടി ലളിതവും, വാൽമീകി രാമായണവും സംസ്കൃതം അഭ്യസിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ ലളിതമാണ്, സരസമാണ്. അതേസമയത്ത് നമ്മളുടെ ഒരു പഠന സമ്പ്രദായം, പൂർവികമായിട്ടുള്ള പഠന സമ്പ്രദായം എന്ന് പറയുന്നത് ഇന്നത്തെ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെയാണോ ആ രീതിയിലാണ് പൂർവികമായിട്ടുള്ള സംസ്കൃതത്തിൻ്റെ അഭ്യാസം ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു. ഇന്നത്തെ ഇംഗ്ലീഷിൻ്റെ അതേ സ്ഥാനത്തോ അതിനേക്കാൾ ഒരു പടി കൂടി മുകളിലും ആയിരുന്നു സംസ്കൃതം നിന്നിരുന്നവർ. അപ്പോൾ സംസ്കൃതം പഠിച്ചവർക്കാണ് വാൽമീകി രാമായണം കുറച്ചുകൂടി സരളമായിട്ട് വായിക്കാൻ സാധിക്കുക. അതല്ലെങ്കിൽ അതിനകത്ത് കുറച്ചൊന്ന് പ്രയത്നിക്കേണ്ടി വരും. അപ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണം വന്നതോടുകൂടി നമുക്ക് ആ ഒരു കിളിപ്പാട്ട്, ശരിക്കും ആ അക്ഷരാർത്ഥത്തിൽ അതൊരു കിളിപ്പാട്ട് പോലെ ശ്രുതി മധുരമായി ആസ്വദിച്ച് അർത്ഥമറിഞ്ഞ് വായിക്കാൻ സാധിക്കും വളരെ സാധാരണക്കാർക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇത് വായിക്കുക എന്ന് പറയുമ്പോൾ
പഴയ കാലത്ത് ഇതിങ്ങനെ പാടി 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 പാട്ട് രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്മുടെ സംസാര ഭാഷയിൽ തന്നെ ഈ പാട്ട് വരുമ്പോൾ അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള വളരെ നാടകീയ മുഹൂർത്തങ്ങൾ ചേർന്നിരിക്കുന്ന, ഏത് തരത്തിലുള്ള ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്നത്, അതിൽ സ്ത്രീ പുരുഷ ഭേദമെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വൃദ്ധന്മാരെന്നോ വ്യത്യാസമില്ലാതെ അവരവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ഒരു രത്നസഞ്ചയമായ ഒരു സമുദ്രത്തിൻ്റെ കരയിൽ ചെന്ന് നിൽക്കുന്നത് പോലെയാണ് നമ്മൾ ഈ രാമായണത്തിൻ്റെ മുന്നിൽ നിൽക്കുക. എല്ലാവർക്കും കോരിയെടുക്കാം. അതിൽ നിന്നും എത്ര കോരിയെടുത്താലും തീരില്ല. ആഴങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ തിമിംഗലങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുക. സ്രാവുകൾ ഉണ്ടാകും നമ്മളോട് ഇങ്ങനെ വളരെ രസിച്ചിങ്ങനെ ചാടിച്ചാടി വരുന്ന വളരെ ഭംഗിയുള്ള മീനുകളുണ്ട്, ഡോൾഫിനെ പോലെയുള്ള അത്തരം മത്സ്യങ്ങൾ വരുമ്പോൾ എത്ര കൗതുകം നമുക്ക് ഉണ്ടാകുമോ. അതിൻ്റെ അപ്പുറത്ത് വളരെ ഗഹനമായിട്ടുള്ള തത്വങ്ങൾ, ഇതിൽ ഏത് വേണമെന്നുള്ളത് നമ്മളാണ് നിശ്ചയിക്കുന്നത്. പിന്നെ തുടക്കത്തിൽ, വായനയുടെ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു നിശ്ചയവും ഉണ്ടാവണമെന്നുമില്ല. പറഞ്ഞു വന്നത്, എല്ലാ ജനങ്ങൾക്കും എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്ന രീതിയിൽ എഴുത്തച്ഛൻ്റെ രാമായണം ഇന്ന് നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു പുഷ്പവൃഷ്ടി മാതിരി ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണത്. അപ്പോൾ അത് മുന്നിൽ ഉണ്ടാകുമ്പോൾ എളുപ്പത്തിൽ ഒരു സംഗതിയെ നമുക്ക് കിട്ടുമെങ്കിൽ നമ്മൾ അതല്ലേ ഏറ്റവും വേഗത്തിൽ ഓടിച്ചെന്നെടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ എഴുത്തച്ഛൻ്റെ രാമായണത്തിന് ഇതുമായിട്ട് അത്ര ഗായത്രി മന്ത്രവുമായിട്ട് നേരിട്ട് ബന്ധം നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. വാൽമീകി രാമായണത്തിലാണ് ഈ ഗായത്രി മന്ത്രവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ സാധിക്കുന്നത് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അത്രയ്ക്കധികം സാധാരണ ജനങ്ങൾക്കിടയിൽ വ്യാപകമല്ലാത്തത്. അതേ സമയത്ത് ഈ വാൽമീകി രാമായണം വായിക്കുന്ന ആളുകളെ, സ്ഥിരമായിട്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഇന്നിപ്പം ക്ഷേത്രങ്ങളിലൊക്കെ വായിക്കുന്നു, വീടുകൾ ധാരാളം എല്ലാ ക്ഷേത്രങ്ങളിലും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ രാമായണ വായന നടക്കുന്നുണ്ട്. അവിടെയൊന്നും ഈ വാൽമീകി രാമായണമല്ല ഭൂരിപക്ഷ സ്ഥലങ്ങളിലും എഴുത്തച്ഛൻ്റെ രാമായണമാണ് വായിക്കുന്നത്, കിളിപ്പാട്ടാണ് വായിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗായത്രി മന്ത്രത്തിൻ്റെ പ്രസക്തി രാമായണത്തിൽ എത്ര എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്ക് അത്രയ്ക്ക് തന്നെ ഒരു ധാരണയില്ലാതെ വന്നത്. ശരി, വളരെ വളരെ കറക്റ്റാണ് ടീച്ചർ പറഞ്ഞത്. അതായത് ഈ അറിയാതെയാണോ ബോധപൂർവമാണോ ഈ രചന സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഈ ഗായത്രി മന്ത്രത്തിന് നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതുപോലെയാണ് രാമായണത്തിലുള്ളത്. പക്ഷെ രാമായണം ഈ പറയുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ രാമായണം വന്നതിന് ശേഷം നമ്മളെല്ലാം ഒരു പുഷ്പവൃഷ്ടി പോലെ അതിൽ മറന്നുപോയി. അതിൻ്റെ ഒരു കാവ്യാത്മകം, അത് വായിക്കുന്ന രീതി, കേൾക്കുന്ന ഒരു ശ്രവണസുഖം ഭയങ്കര രസമാണ്. പക്ഷേ വാൽമീകി രാമായണം വായിക്കുമ്പോൾ ഈ പറയുന്ന സംസ്കൃതം അറിയാവുന്നവർക്ക് വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് പല അമ്പലങ്ങളിലും വാൽമീകി രാമായണം പ്രിഫർ ചെയ്യാറില്ല. പക്ഷെ അത്രയും സംസ്കൃതം വായിക്കുന്നവർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഈ ഗായത്രി മന്ത്രത്തിൻ്റെ ഉത്ഭവം അതിലുണ്ട്, അല്ലെങ്കിൽ അതും അതിനോടൊപ്പം ഉണ്ട് എന്ന് അറിയുന്നത് വളരെ വലിയൊരു, അപ്പോൾ സാധാരണ ഒരു ഗ്രന്ഥമല്ല രാമായണം എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിൽ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സാക്ഷാൽ പരമഗുരുവായ ശ്രീ മഹാദേവൻ വരെയും ഉപാസിക്കുന്ന ശ്രീരാമനെയാണെന്നാണല്ലോ പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ കാലങ്ങളിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന നമുക്കെന്തെങ്കിലും, രാമായണത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുന്ന സമയത്ത് പലരും പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് മീനിങ്സ് ഉണ്ട്. രാത്രിമായണം എന്ന് പറയുന്നുണ്ട്, അല്ലെ? രാമൻ രാ പ്ലസ് മായണം, ഇങ്ങനെ പല രീതിയിൽ പല നിർവചനങ്ങളുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്താണെങ്കിലും നമ്മൾ നടക്കുന്ന വഴികളിലുണ്ടാവുന്ന ഇരുട്ടുകൾ മാറിപ്പോകട്ടെ, അവിടെ പ്രകാശം പരത്തട്ടെ. ഓരോ വീട്ടിലും ഈ കർക്കിടക മാസത്തിൽ രാമായണത്തിൻ്റെ എന്താ പറയുക വായനാശീലം കൂടട്ടെ. എല്ലാവർക്കും അതിൻ്റെ അറിവുകളിലേക്കും വെളിച്ചത്തിലേക്കും പോകാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.